തിയറി ഓഫ് വൈബ്രേഷൻസ്. ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് സൊല്യൂഷൻ ഒക്കെ കണ്ടു. അത് രണ്ടൊന്ന് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കാണാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് if the displacement of a particle moving in a straight line is expressed by the equation x equals a cos omega t, small letter a cos omega t, plus b sin omega t, small b sin omega t, comma, it describes a simple harmonic motion whose period is 2 pi by omega and amplitude is square root of a square plus b square. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാ, എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഈ ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനായിട്ട് തന്നിരിക്കുന്നത്. എങ്കിൽ ഈ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്നു, അതിൻ്റെ പീരീഡ് കാണണം, ആംപ്ലിറ്റ്യൂഡും കാണണം. സിമ്പിൾ SHM നടത്തുന്നു എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. എളുപ്പമാണെന്നല്ലേ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. dx/dt ഈക്വൽസ് കോസിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈന, ഈ ഒമേഗ പുറത്ത് വരും. അപ്പോൾ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് സൈനിൻ്റെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ പുറത്ത് വരുമ്പോൾ പ്ലസ് ബി ഒമേഗ കോസ് ഒമേഗ ടി. അത് ഇക്വേഷൻ 2 എന്നിരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് എ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓരോ പ്രാവശ്യം കൂടെ ഒമേഗ ഇവിടെ വരുമ്പം മൈനസ് എ ഒമേഗ സ്ക്വയർ സൈനിൻ്റെ കോസ് ഒമേഗ ടി, ബി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ മൈനസ് ഒമേഗ സൈന, അപ്പോൾ മൈനസ് ബി ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ഈക്വൽസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്നത് എക്സാ, ഇക്വേഷൻ 1 അനുസരിച്ച്. ചുരുക്കത്തിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. This is the differential equation of simple harmonic motion. That means the particle is describing simple harmonic motion. Simple. ഇനി ഇതിനകത്ത് വരുന്ന ഒമേഗ ടേം എന്ന് പറയുന്നത് 2 പൈ ബൈ ടി ആണ്. ഇവിടുത്തെ പീരീഡ് ടി ഈക്വൽസ് 2 പൈ ബൈ ഇതിൻ്റെ റൂട്ട് ഒമേഗ സ്ക്വയറിൻ്റെ റൂട്ട് ഒമേഗ. നേരത്തെ റൂട്ട് മ്യൂ എന്നാണ് വന്നത്, മ്യൂ മൈനസ് മ്യൂ എക്സ് എന്ന. മ്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ. ഇവിടെ 2 പൈ ബൈ റൂട്ട് മ്യൂ ആണ് പീരിയഡ്, അല്ലെ ഒമേഗ. ഇപ്പം ടി ഈക്വൽസ് 2 പൈ ബൈ ഒമേഗ, അതായത് ഇതിൻ്റെ പീരിയഡ്. ഇനിയും ആംപ്ലിറ്റ്യൂഡ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ ആണെന്നിരിക്കട്ടെ. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ വെലോസിറ്റി 0 എക്സ്ട്രീം പൊസിഷനിൽ ചെല്ലുമ്പോൾ ഓസിലേറ്റർ നിൽക്കണമല്ലോ. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽസ് എ ദി ആംപ്ലിറ്റ്യൂഡ്, വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ 0. ഈ കണ്ടീഷൻ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 ഈക്വൽസ് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ബി ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇവിടുന്ന് ഒമേഗ കോമൺ ഫാക്ടർ പോയിട്ട് നമുക്ക് എ സൈൻ ഒമേഗ ടി ഈക്വൽസ് ബി കോസ് ഒമേഗ ടി, ഫ്രം വിച്ച് ടാൻ ഒമേഗ ടി ഈക്വൽസ് ബി ബൈ എ. ടാൻ ഒമേഗ ടി ബി ബൈ എ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ, ഇത് ഒമേഗ ടി. അപ്പോൾ ശരിയാവില്ല, ടാൻ ഒമേഗ ടി ഈസ് ബി ബൈ എ. എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കുക. എ ഈക്വൽസ് എ കോസ് ഒമേഗ ടി, എ ഇൻറ്റു കോസ് ഒമേഗ ടി. ട്രയാങ്കിളിൽ നിന്ന് കാണണം. കോസ് ഒമേഗ ടി ഈസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ ഇൻറ്റു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സൈൻ ഒമേഗ ടി,
b sin omega t. Sin omega t is b by root of a square plus b square. That is, ഇതിപ്പോൾ a into a square by root plus b square by root എന്ന് പറഞ്ഞാൽ a square plus b square by root of a square plus b square. a square plus b square by root of a square plus b square എന്ന് പറഞ്ഞാൽ a square plus b square. a square by a by root a എന്ന് പറഞ്ഞാൽ root a. So amplitude a equals a root of a square plus b square. That is the answer. Another one. Show that in a simple harmonic motion of amplitude capital A, the period t. Show that in a simple harmonic motion of amplitude capital A and period t, capital T, velocity at a distance x from the mean position is given by v square t square equals 4 pi square into a square minus x square. നമുക്കറിയാം വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിയുമ്പം കിട്ടുന്നത് അവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1 ഇട്ടു. C1 വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. C1 ഈക്വൽസ് എ എന്ന് ആംപ്ലിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമുക്കൊരു ടേം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വി വിൽ ഗെറ്റ് v square t square equals 4 pi square into a square minus x square എന്ന് വരും. അതത്രേ ഉള്ളൂ. Another one. A particle is executing SHM. Starting from rest, it travels a distance small a in the first second and a distance b in the next second in the same direction. Show that the amplitude of the motion is 2a square by 3a minus b. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് SHM സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഇറ്റ് ട്രാവൽസ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ T0 എടുക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ ചെല്ലുമ്പോഴാണ് T0 എടുക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ഈസ് x ഈക്വൽസ് a കോസ് ഒമേഗ ടി എന്ന്. ഇത് ഞാൻ പ്രൂവ് ചെയ്തോ. മീൻ പൊസിഷനിൽ വെച്ച് സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്താൽ x ഈക്വൽസ് a സൈൻ ഒമേഗ ടി എന്ന് എടുക്കാം. ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് x ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് a കോസ് ഒമേഗ ടി. ഇപ്പോൾ നമുക്ക് x ഈക്വൽസ് a കോസ് ഒമേഗ ടി എന്ന് എടുക്കാം. ഇനി ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് വെൻ t ഈക്വൽസ് 1 സെക്കൻഡ് x ഈക്വൽസ് x എന്ന് ഇവിടുന്ന് ദൂരം സഞ്ചരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും a ദൂരം. പക്ഷേ നമ്മുടെ ഇക്വേഷനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മൈനസ് സ്മോൾ എ ആണ്. ക്യാപിറ്റൽ എ മൈനസ് സ്മോൾ എ. അപ്പോൾ അറ്റ് എക്സ് ടി ഈക്വൽസ് 1 സെക്കൻഡ് എക്സ് ഈക്വൽസ് എ മൈനസ് എ. ടി ഈക്വൽസ് 2 ആകുമ്പോൾ അടുത്ത ഒരു സെക്കൻഡിൽ ഇത് ഇവിടെ നിന്നും ബി ദൂരം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഓഫ് എ പ്ലസ് ബി ആണ് എക്സ്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ എ, അടുത്ത ഒരു സെക്കൻഡ് ബി. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഇവിടുന്ന് പോയ ദൂരം എ പ്ലസ് ബി ആണ്. എങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ മൈനസ് എ പ്ലസ് ബി.
അപ്പോൾ ടി ഈക്വൽസ് 2 എന്നെടുക്കും, 2 സെക്കൻഡ് എന്നെടുക്കുമ്പോൾ എക്സ് ഈക്വൽസ് എ മൈനസ് എ പ്ലസ് ബി. ഇത് ഓരോന്നും എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എ മൈനസ് എ ഈക്വൽസ് എ കോസ് ഒമേഗ ഇൻറ്റു ടി, ടി ഈസ് 1, അപ്പോൾ എ കോസ് ഒമേഗ. സോ ദാറ്റ് കോസ് ഒമേഗ ഈക്വൽസ് എ മൈനസ് എ ബൈ എ. രണ്ടാമത്തെ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടി 2 എന്നെടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ മൈനസ് എ പ്ലസ് ബി. അപ്പോൾ എ മൈനസ് എ പ്ലസ് ബി ഈക്വൽസ് എ കോസ് ഒമേഗ ഇൻറ്റു 2, അല്ലെ കോസ് 2 ഒമേഗ, ഫ്രം വിച്ച് കോസ് 2 ഒമേഗ ഈക്വൽസ് എ മൈനസ് എ പ്ലസ് ബി ബൈ എ. കോസ് 2 ഒമേഗ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1. കോസ് 2 തീറ്റ ഈസ് 2 cos square theta minus 1 equals a minus a plus b by a. That is 2 into cos square omega, equation 2 നിന്ന് എടുക്കാമല്ലോ. cos square omega is a minus a square by a square. അപ്പോൾ 2 into a minus a the whole square by a square minus 1 equals a minus of a plus b by a. ഇത് എൽ സി എടുത്ത് ചെയ്യുമ്പോൾ എ സ്ക്വയർ മുകളിൽ 2 ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ 2 ഇൻറ്റു എ മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇത് ചെയ്യുമ്പോൾ ഈക്വൽസ് എ മൈനസ് എ പ്ലസ് ബി ബൈ എ. ഒരേ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഇത് യു ക്യാൻ സിംപ്ലിഫൈ ആൻഡ് സോൾവ് ഫോർ ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ആകാണ്ട് ആംപ്ലിറ്റ്യൂഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ ഈക്വൽസ് 2a സ്ക്വയർ ബൈ 3a മൈനസ് ബി എന്ന് കിട്ടും. ഇതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് തുടർന്ന് കാണാം. താങ്ക് യു.